സ്വാമി ശരണം. മണ്ഡലകാലം പകുതി പിന്നിട്ടതോടെ കാനനപാതയിലൂടെ തീർത്ഥാടക പ്രവാഹമാണ്. 35,000-ലധികം പേരാണ് ഈ 18 ദിവസം കൊണ്ട് കാനനപാതയിലൂടെ ശബരിമലയിലേക്ക് എത്തിയത്. വെള്ളി ശനി ദിവസങ്ങളിലാണ് ഏറ്റവും അധികം പേർ കാനനപാത ഉപയോഗപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മാത്രം പുൽമേട് വഴി 2,722 പേർ എത്തിയപ്പോൾ ശനിയാഴ്ച ഈ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം 3,000 കടന്നിരിക്കുകയാണ്. 1,284 പേരാണ് വെള്ളിയാഴ്ച മുക്കുഴി വഴി എത്തിയത്. വണ്ടിപ്പെരിയാർ, സത്രം, പുൽമേട് വഴി 18,951 പേരും, കരിമല പാതയിലെ അഴുതക്കടവ്, മുക്കുഴി വഴി 18,317 തീർത്ഥാടകരും ഇതിനകം സന്നിധാനത്ത് എത്തി. ഇരു പാതയിലൂടെയും രാവിലെ 6 മുതലാണ് തീർത്ഥാടകർക്ക് പ്രവേശനം നൽകുന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെ പ്രവേശന കവാടത്തിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. അയ്യപ്പ അയ്യപ്പ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പ. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്നാണ് വരുന്നത്. ഞങ്ങളൊരു 12 പേരടങ്ങുന്ന ടീമാണ് അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ ഇതുവഴി ശരിക്കും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഒരാൾ മാത്രമേ അതിനകത്ത് ഇതിൽ വന്നിട്ടുള്ളൂ. നമ്മളെല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു. എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. എല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തീർത്ഥാടനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെയ്ക്കും എളുപ്പമുള്ള ഒരു വഴിയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇതാകുമ്പം കാനനപാതയാണ്ട് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇപ്രാവശ്യം കുറച്ചും കൂടെ ബുദ്ധിമുട്ടി വരാം എന്നുള്ള ഇതിലാണ് നമ്മൾ ഈ വഴി തിരഞ്ഞെടുത്തത്. മഴ മാറിയതോടുകൂടി കാനനപാത സുരക്ഷിതവും സഞ്ചാരയോഗ്യവുമാണ് എന്ന് വനം വകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ കാരണം ഡിസംബർ 2, 3 തീയതികളിൽ പുൽമേട് വഴിയുള്ള തീർത്ഥാടനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. തീർത്ഥാടകരെ ഗ്രൂപ്പുകളാക്കിയാണ് കാനനപാതയിലൂടെ കടത്തിവിടുന്നത്. അയ്യപ്പ 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 അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ. മറ്റേ വെള്ളം കുടിക്കുമ്പോ ഒരു 23 ടോക്കൺ നമ്പർ 23. യാത്രയിലുടനീളം ഫോറസ്റ്റ് എക്കോ ഗാർഡുമാരുടെ നിരീക്ഷണം വനം വകുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം ശബരിമലയിലേക്കുള്ള തീർത്ഥാടകരുടെ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. 17 ലക്ഷത്തോളം പേരാണ് ഇതിനകം തന്നെ ശബരിമലയിൽ എത്തിയത്. വെള്ളിയാഴ്ച മാത്രം 89,840 പേർ സന്നിധാനത്ത് എത്തി. ഇതിൽ 17,425 തീർത്ഥാടകർ തത്സമയ ബുക്കിംഗ് ഉപയോഗിച്ചാണ് മല ചവിട്ടിയത്.